നമസ്കാരം, എല്ലാവർക്കും നാടുകാണി വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ സാധാരണ സഞ്ചാരികൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ഇച്ചിരി ഇൻറ്റീരിയർ ഭാഗത്തോട്ട് യാത്ര ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറി കുഞ്ചിത്തണ്ണി പൊട്ടൻകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കല്ലടന്തി എന്ന പേരിലുള്ള ഒരു ചെറിയ ഒരു ടെൻറ്റ് സ്റ്റേ, രാത്രികാലങ്ങളിലൊക്കെ ടെൻറ്റ് സ്റ്റേ അനുവദിക്കുന്ന ഒരു സ്ഥലത്താണ്. ടെൻറ്റ് സ്റ്റേ മാത്രമല്ല, ചെറിയ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റിനുള്ള വകയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എയർ സൈക്ലിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ല ഉയരത്തിലാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് അവരുടെ ഓഫീസിൻ്റെ ആ ഭാഗത്തു നിന്ന് അടുത്ത ഒരു വലിയൊരു കൂറ്റൻ മരത്തിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഉയരമുണ്ട്, ഏകദേശം ഒരു 100-150 അടി ഉയരത്തിലാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് പോകുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. നല്ല ഹൈറ്റുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നല്ല അടിപൊളി. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നേരെ പോകുന്ന ഒരു ട്രീ ഹൗസിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇതാണ് അവിടെ നിന്നുള്ള കാഴ്ച. ഇപ്പോൾ ഇവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെ കൊടുക്കുന്നുണ്ട്. വന്ന് താമസിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരു ടെൻറ്റ്, ഒരു ട്രീ ഹൗസിലുള്ള ടെൻറ്റാണ്. ഉണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ ഇത്. അങ്ങ് ദൂരെ ആ പാറയുടെ മേളിലായിട്ട് ആ കാണുന്നത് ഒരു ഹെലിപ്പാഡാണ്. അപ്പം അതിൻ്റെ മേളിൽ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ട്രീ ഹൗസിനുള്ളിലെ ടെൻ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി അതിൻ്റെ താഴോട്ട് ഇറങ്ങുകയാണ്. അവിടെയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഇരിക്കുന്നത്. ഒരു കേവ്, ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയ്ക്കുള്ളിലൂടെ വേണം ഈ പറയുന്ന ഹെലിപ്പാഡിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട്. ഏകദേശം 300 മീറ്ററോളം നീളമുള്ള ഗുഹയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ല സൂക്ഷിച്ചിറങ്ങേണ്ട ഒരു സ്ഥലമൊക്കെ കേട്ടോ. ആളുകളൊക്കെ നിൽപ്പുണ്ട്. അവർ നേരത്തെ വന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഓണർ. തുടക്കം തന്നെ പേടിപ്പിക്കുന്ന ഒരു രാക്ഷസന്റെ രൂപം. രാക്ഷസന്റെ തലയോട്ടിയല്ലേ? തലയോട്ടിയാണേലും ഇത് ഈ പല്ല് ഇത്രയും വലിയ പല്ലുണ്ടോ? അപ്പൊ ഇതാണ് അതിന്റെ എൻട്രൻസ്, തുടക്കം. അപ്പൊ സജീവരൻ ആദ്യം ഇറങ്ങുക, നമ്മൾ പുറകെ ഇറങ്ങുക കേട്ടോ. നല്ല അടിപൊളി പല്ലൊക്കെ അല്ലേ? ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോ ഇത് ഇങ്ങോട്ട് വിളിച്ച സജീവേട്ടാ കാണത്തില്ല. ഇത് ഈ ഭാഗമെല്ലാം കൂടെ. ഇതിന്റെ അകത്തൂടെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു തോട്. നല്ല വെള്ളമായിരിക്കും അല്ലേ ഇത്? നല്ല അടിപൊളി വെള്ളം. ഇങ്ങോട്ടും തിരിഞ്ഞു അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ അതിനകത്തൂടെ ഈ ഗുഹയ്ക്കകത്തോടെ ഒഴുകുന്ന തോടായി. ഒരു കുഞ്ഞ് തോടല്ല, ഒരു കുഞ്ഞ് അരുവി. നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിൽ. നല്ല തണുപ്പുണ്ടെന്നാ പറഞ്ഞത്. നോക്കാം. ഉണ്ട് കേട്ടോ. ഒരു നാച്ചുറൽ എ സി ഫീൽ ചെയ്യുന്നില്ലേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ? പിന്നെ ഉറപ്പായിട്ടും നാച്ചുറൽ എ സി. ഇത് ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു മരം. ഇല്ല ആ വെട്ടം. അങ്ങനെ പോയാൽ കിട്ടുന്നുണ്ട്. ഇത് ഈ തോട് ഇതങ്ങ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വരെ ഉണ്ടല്ലേ? ഇത് അത്യാവശ്യം ഏകദേശം ഒരാൾ പൊക്കം ഉണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും. പിന്നെ ഇങ്ങനെ ഈ വെള്ളം ഇത് കണ്ടോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ പനച്ചിറങ്ങുന്നുണ്ട്. അതായിരിക്കും ഈ എ സിയുടെ ഫീലിംഗ് ഒരു പരിധിവരെ ഇതിനകത്ത് കിട്ടുന്നത്. ഇതുണ്ടോ? അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഈ സംഭവം പരിചയപ്പെടുത്തുകയാണ്, എല്ലാവരും പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വരണം. കുഞ്ചിത്തണ്ണി, അടിമാലി കുഞ്ചിത്തണ്ണി. ഇവിടെ ഇച്ചിരി കുനിഞ്ഞു പോട്ടെ. ഇതിനകത്ത് മീനോ അങ്ങനത്തെ വല്ലതും ഒക്കെ ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ.
വാവലിന് പറ്റിയ സ്ഥലമാണ് ഇത്. എത്ര മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ 300 മീറ്ററാ. അടിപൊളി. അപ്പം സുഹൃത്തുക്കളെ 300 മീറ്റർ നമ്മൾ യാത്ര ചെയ്യണം ഇതിനകത്തൂടെ. എത്രയും നീളമുണ്ട് കേട്ടോ. അപ്പം എന്നാലും ഇതേ പോട്ടെ. ഇവിടെ നല്ല വാട്ടർഫാൾസാ നോക്കാം. ഇവിടെ നല്ലപോലെ കുനിയണം കേട്ടോ. അടിപൊളി. ഗുഹയ്ക്കുള്ളിലെ വെള്ളച്ചാട്ടം കിടു. എങ്ങനെയുണ്ട്? നല്ല എന്നാ തണുപ്പല്ലേ അതിനകത്ത്. ഓക്കെ, അപ്പോൾ അതെടുത്തു. ഏകദേശം നമ്മൾ അങ്ങോട്ട് എത്തിയല്ലേ? ഇനിയുണ്ടോ? പുറത്തോട്ട് പോവാം. ഇപ്പോൾ ഒരു കണ്ണം കഴിഞ്ഞു, ഒരു ഭാഗം കഴിഞ്ഞു. അവിടെ ചെറിയ ഓപ്പണിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അടിപൊളി. ഇങ്ങനെ അല്ലേ? ഇവിടുന്ന് ഒരു ചെറിയ ഓപ്പണിംഗ്. ആ ഓപ്പണിങ്ങിന് ശേഷം ഇത് അടുത്ത ഗുഹ. പിന്നെ ഇതിനകത്ത് വല്ലോ ഒരു താമസിക്കുവോ? അങ്ങനെ വല്ലോ ഐതിഹ്യം ഉണ്ടോ? മലക്കള്ളൻ എന്ന് പറഞ്ഞൊരു കള്ളൻ ഇതിനകത്ത് താമസിച്ചിട്ടുണ്ടെന്നാണ് അറിയാവുന്ന പഴമയുള്ള ആൾക്കാർ പറയുന്നത്. മലക്കള്ളനോ? മലൈക്കള്ളൻ എന്നൊരു കള്ളൻ. പുള്ളി ഇതിനകത്ത് താമസിച്ചു. എന്നിട്ട് അത് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിനകത്തൊരു പൗരാണിക പറയാനുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം മലൈക്കള്ളൻ താമസിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. കേട്ടോണ്ടല്ലേ? ഇനി ഇരുട്ടുണ്ട്. ലൈറ്റ് അടിച്ചു. പിന്നെ അങ്ങനെ ഇതിനകത്ത് കിടന്നത് പേടിയില്ലാതെ. ഇത് കൂട്ടുണ്ടായിരുന്നതല്ലേ? വയറിങ് ഉണ്ടായിരുന്നതാ. ഹോ. ഇപ്പൊ കൊറോണയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എല്ലായിടത്തും കൊറോണയാണ് പ്രശ്നം. ഇത് നോക്കിയൊരു നല്ല മുറി പോലെ. ഇതിനകത്തൊരു അത്യാവശ്യം ഒരു സോഫയെ കൊണ്ടുവന്നിട്ടിട്ട് സുഖമായിട്ട് കിടക്കാം. ഒരു ഫാനും വേണ്ട, ഒന്നും വേണ്ട. കവറേജ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ നെറ്റിന്? അല്ല, അതിൻ്റെ കവറേജ് കിട്ടുമല്ല. അപ്പം ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് 2 സിനിമയൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നൊരു ബെഡൊക്കെ ഇട്ടങ്ങ് കിടക്കുക, ഒരു സോഫയൊക്കെ കൊണ്ടുപോയിട്ട്. തീർന്നില്ല. ഫ്ലാഷ് ഇടാൻ കഴിഞ്ഞാൽ വെട്ടമില്ല. അടിപൊളി. ഇരുട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ വീഡിയോയ്ക്ക്. അത് ക്ഷമിച്ചേക്കണം, കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഹെലിപ്പാഡിൻ്റെ താഴെ. അപ്പോൾ ഹെലിപ്പാഡ് ഇത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഹെലികോപ്റ്റർ അങ്ങനെ? ഇല്ല, ഇതുവരെ വന്ന് ഇറങ്ങിയിട്ടില്ല. ഇല്ല, ഞങ്ങൾ ടെൻ്റ് അടിച്ച് കൊടുക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് എത്ര നാളായി കാണും ഇത് പണിതിട്ട്? 3 വർഷമായി. 3 വർഷം. അപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണിത്. അധികം സഞ്ചാരികൾക്ക് അറിയില്ല ഈ സ്ഥലം. അപ്പം ഞങ്ങളിത് നെറ്റിൽ നോക്കിയാൽ കിട്ടും. കുറച്ച് ആൾക്കാർ ഇത് യൂട്യൂബിലും ഒക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരാളോ ഇത് കുറച്ചുകൂടി ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മേലോട്ടൊന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മുമ്പ് പറഞ്ഞ പോലെ ഒരു വലിയ പാറയുടെ മേളിലാട്ടോ അത് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ മേളിലെത്തി.
അങ്ങ് ദൂരെ അവിടെ കാണുന്നതാണ് അതിൻ്റെ നമ്മുടെ എൻട്രൻസ് ഭാഗവും പിന്നെ ട്രീ ഹൗസും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഹെലിപ്പാഡ്. അപ്പോൾ ഹെലിപ്പാഡിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ താഴോട്ട് അടുത്ത സ്ഥലത്തേക്ക്, ഇതിൻ്റെ അപ്പുറത്തുള്ള മറ്റേ സൈക്ലിങ് ആദ്യമായ സംഭവങ്ങളും കാണാം. ഇത് ഈ മരത്തിൻ്റെ പേരാണ് ചേല. ഇത് ഈ പാറയിൽ അള്ളിപ്പിടിച്ച് വളർത്തുന്ന സാധനം അല്ലേ, അതിൻ്റെ ആ വേര് പറഞ്ഞു പോയിട്ട് കടന്നു വീണത്. നാച്ചുറൽ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഇത് പോകുന്നവർക്ക് ഇങ്ങനെ അങ്ങ് പിടിക്കുക, അങ്ങോട്ട് ഇറങ്ങുക. ഫോണെടുത്ത് അപ്പൊ ഇത് ക്യാമ്പ് ഫയർ കൊടുക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഇതിന്റെ മേളൊന്നും ഇല്ലായിരിക്കും, പാറയായിരിക്കും അല്ലേ? നല്ല ഒന്ന് കയറിയേക്കാം. ഇവിടെ വരെ വന്നല്ലോ, വന്നിട്ട് കയറാതെ പോയി കഴിഞ്ഞാൽ നല്ല പരന്ന പാറ. അപ്പൊ ഇതിന്റെ മേളിൽ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് എങ്ങനെയായിരുന്നു? ഒരാൾക്ക് 500 രൂപ അല്ലേ? ഇപ്പൊ 500 രൂപ, ഒരാൾക്ക് 500 രൂപയാണ് ഇപ്പൊ ഇവര് ചാർജ് ചെയ്യുന്നത്. എന്തോ ആൾക്കാർ കൂടുതലുണ്ടെ മാറ്റം ഉണ്ടാവും അല്ലേ? അപ്പം ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഈ 500 രൂപ എന്നുള്ളത് മാറിത്തരും. ഇച്ചിരി കുറേ നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഫുഡ് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പൈസയാണ്. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഹോംലി ഫുഡ് വേണമെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വരും. ഇനി ഫാസ്റ്റ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുക, അവരവിടെ എത്തിച്ചു തരും. ഇതന്നെ സംഭവം. ഇത് വേറെ ഗുഹയും കൂടെയാണ്. ഇതിനകത്ത് കയറുന്നതാ? ഓഹോ, ആ വെട്ടം ഉണ്ടെങ്കിൽ ഒന്ന് കയറാവോ? അപ്പൊ ഇത് ഇത് നല്ല അടിപൊളി. ഇതിനകത്തും ടെന്റ് ഉണ്ടല്ലേ? അത് തെളിക്കാ വെട്ടം. അപ്പൊ ഇതിൻ്റെ അകത്തും ടെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഇതിനകത്ത് ഈ വയറിംഗ് എല്ലാം കൂടെ ചെയ്തിട്ടാണ് നല്ല അടിപൊളി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ടെന്റ് ഉണ്ട്. ഇത് അപ്പം ഒരു ദിവസത്തേനുള്ള ഒരു സ്റ്റേക്ക് വേണ്ടി പ്രത്യേകിച്ച് യൂത്തമാർക്ക് പറ്റിയ സ്ഥലമാണ് അല്ലേ? കൂടുതൽ യൂത്ത് ആയിരിക്കും വരുന്നത്. ഈ പകൽ സമയത്ത് ഫാമിലീസും. ഇവിടെ ആണോ ഇടിഞ്ഞ് ഒരു പ്രാവശ്യം പോയെന്ന് പറഞ്ഞു? അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇത് പക്ക പാറേക്കാൾ ഇത് ചെങ്കല്ലാണോ? ഇത് അല്ലല്ലേ? അല്ലല്ലേ? ചിലർക്ക് ശകലം ഉണ്ടെന്നുള്ളതല്ലാതെ ഇവിടെയാണ് ഇടിഞ്ഞത്. ഇവന്റെ എൻട്രൻസ് അല്ലേ? ഇവിടെ ആണ് ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞു. അതിനുശേഷം മാറ്റി. അപ്പോൾ ഇതൊരു ചെറിയ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. നല്ല കാണാൻ നല്ല വരുമല്ലേ? അതാ അതിൻ്റെ അടുത്തൊരു ഒക്ടോപ്പസ്, ഒരു നീരാളി നമ്മൾ നോക്കിയിരിപ്പുണ്ട്. അടിപൊളി. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, സൈക്ലിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്, ഇത് കയറിയിരിക്കുക, പുറകോട്ടും ചവിട്ടാം മുമ്പോട്ടും ചവിട്ടാം. വേറെ തിരിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട. നല്ല പിന്നെ ഇതിന് ബാലൻസും വേണ്ട അല്ലേ? ബാലൻസ് ഒന്നും വേണ്ട, ചവിട്ടിയാൽ മതി. പിന്നെ സേഫ്റ്റി ഉണ്ട്. പിന്നെ സേഫ്റ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് അഥവാ എന്തെങ്കിലും പറ്റിയാലും നമ്മളിത് തൂങ്ങിക്കിടക്കും. അപ്പോൾ നമ്മളൊന്ന് ചവിട്ടി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതേ കയറുന്നതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് അല്ലേ? ഇതേ കയറുന്നതിന് എത്ര? 100 രൂപ. അപ്പം നോക്കാം. റെഡി അല്ലേ? ഓക്കെ, റെഡി. ചവിട്ടിക്ക് പുറകോട്ട് ചവിട്ടിക്കോളാം. പാപ്പേ, ചെറുതായിട്ട് കാലൊക്കെ ഒന്ന് കിറുകിറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരണം ഈ സ്ഥലത്തെ. നിങ്ങളുടെ എക്സ്പീരിയൻസ് അധികം നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ താഴോട്ടുള്ള കാഴ്ച. സ്പീഡ് വേണോ? സ്പീഡ് ചവിട്ടാനായിട്ട് ചെറുതായിട്ട് കാല് വിറയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ പതുക്കെ മുമ്പോട്ട് പോവാണ്. ക്യാമറ ഇങ്ങനെ ഒന്ന് പിടിച്ചോട്ടെ.
ഒരു കൈയല്ലേ പിടിച്ചിട്ടുള്ളൂ. രണ്ട് കൈ പിടിച്ചാൽ പറഞ്ഞു. കൈ 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 ഹായ്. രണ്ട് കൈ വിട്ടോ. ഓ ഒരു ചെറുതായിട്ടൊരു പേടിയൊക്കെ വരും ആദ്യമേ, പിന്നെ കുഴപ്പമില്ല. ആശ്വാസം. അപ്പോൾ നമ്മളെത്തി. അപ്പോൾ സൈക്കിളൊക്കെ അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കയറാൻ പോകുമല്ലോ കേട്ടോ. അപ്പോൾ വളരെ നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ സൈക്കിളും കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ പരിപാടി ഏകദേശം തീർന്നല്ലോ. ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഈ കാണുന്നത് ഇത് അവരുടെ ഓഫീസ്. പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ട്രീ ഹൗസിൽ നമ്മൾ കയറിയില്ലായിരുന്നു ആദ്യം. ആദ്യം കയറിയതാണ്. ട്രീ ഹൗസിൽ ആദ്യം കയറി. പിന്നെ നമ്മൾ ഗുഹ കണ്ടു, ഹെലിപ്പാഡ് കണ്ടു, പിന്നെ നമ്മുടെ ചെറിയൊരു വെള്ളച്ചാട്ടമുള്ളത് കണ്ടു, സൈക്ലിംഗ് നടത്തി. പിന്നെ അപ്പം ഇത്രയും ചെയ്യാനായിട്ട് 500 രൂപയുടെ ആവശ്യമില്ലല്ലോ. ഇല്ല 300 രൂപ. ഇത്രയും ചെയ്ത് തിരിച്ചു പോകുന്നതിന്. സ്റ്റേ ഉണ്ടെങ്കിൽ 500 രൂപ. പിന്നെ പറഞ്ഞ പോലെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതായി നാച്ചുറൽ ഫുഡ് കിട്ടും. ഹോം മെയ്ഡ് ഫുഡ് ഇവിടെ അവർ ഉണ്ടാക്കി തരും. ഇനി അത് വേണ്ട, ഫാസ്റ്റ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്ത് അവർ എത്തിച്ചു തരും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വളരെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ്. എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് 1000K അടിക്കണം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇമ്പ്രൂവ്മെൻറ്റ്സിന് ഞങ്ങൾക്കൊരു സാധ്യത നിങ്ങളുടെ കമൻറ്റിലൂടെയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.